എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തിയോ? ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. സമയം രാവിലെ 9 മണി. സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ. എന്താടാ എല്ലാരും? ഗുഡ് മോർണിംഗ്. എല്ലാവരുടെയും സെർച്ച് കീ ഒന്ന് തന്നെ, എമ്പുരാൻ. ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. അയ്യോ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഞാൻ എന്താ ചെയ്യുക? ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു. റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന. നീ കുറെ നേടുന്നുണ്ടല്ലോ. ആദ്യത്തെ 1 മണിക്കൂറിൽ വിറ്റുപോയത് 1,00,000 ടിക്കറ്റുകൾ. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത് മണിക്കൂർ. ഒരൊറ്റ പേര്, മലയാളത്തിന്റെ മോഹൻലാൽ. The most celebrated upstart of contemporary politics. അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ ലിയോയുടെയും പുഷ്പ 2വിന്റെയും റെക്കോർഡ് തിരുത്തി. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ലിയോയുടെ കേരള ബുക്കിംഗ് തുടങ്ങിയിട്ട് 6 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം 24 അവറിൽ പ്രീസെയിൽ വന്നത്. ഇന്ന് തന്നെ തന്റെ കാര്യം തീർപ്പാക്കി തരാം. കാസിം സെട്ട് അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ബാബ. നമ്മള് തീരെ കുറഞ്ഞ പുള്ളികളാണോ? എംബ്രാൻ ബുക്കിംഗ് തുടങ്ങി 10 മണിക്കൂറിൽ 7.4 CR ആണ് നേടിയിരിക്കുന്നത്. ഈ നഞ്ചൻകോട്ടയിൽ വന്ന ഒരുത്തനും ആളായിട്ടില്ല. കമ്പനി മുതലാളിമാർ മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കരുത്. കാരണം മാർച്ച് 27 നടക്കുന്ന എമ്പുരാൻ റിലീസുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് മൊത്തം ഓഫ് കൊടുത്തിരിക്കുകയാണ്. സൂപ്പര്. എനക്കൊരു 2 നാளைக்கு ലീവ് വേണോ? 2 നാளைக்கு ലീവാ? ലീവ് എടുത്തിട്ട് പോയി അപ്പടി എന്നെ കിഴട്ട് മൂതേവി. എല്ലാവർക്കും ഇതുപോലെ വലിയൊരു പടം ഇറങ്ങുന്ന സമയത്ത് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. എങ്ങനെയാ അപ്പം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തോ? എല്ലാവർക്കും ടിക്കറ്റ് കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് രാവിലെ കാണാവുന്ന രീതിയിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തോ? എല്ലാവർക്കും ടിക്കറ്റ് കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് രാവിലെ കാണാവുന്ന രീതിയിൽ